ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എഗ് നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എഗ് നൂഡിൽസിക്ക് ഒരു പകുതി ഉള്ളി ചെറുതായി കട്ടാക്കിയത്, തക്കാളി, പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയത്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് നീളത്തോടെ ചെറുങ്ങനെ കട്ടാക്കിയത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഇത് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തത്, കുറച്ച് സൺഫ്ലവർ ഓയിലും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തത് നൂഡിൽസ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, സോയാ സോസ്, ടൊമാറ്റോ സോസ്, കുരുമുളക് പൊടി, പിന്നെ ഒരു മുട്ട, പിന്നെ കുറച്ച് ഉപ്പ്. എഗ് നൂഡിൽസ്ക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് മതി. ഇനി ഒരു പാൻ ചൂടായി പിന്നെ അതിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിനെ ചിക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് തന്നെ ആക്കുന്നത്, ഞങ്ങൾ 4 ആൾക്ക് മാത്രമോ. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എത്ര വേണമെങ്കിൽ എടുക്കാം. മുട്ട വേണമെങ്കിൽ 2, 3 എത്ര മുട്ട വേണമെങ്കിൽ എടുത്തോളാം. ഇതേപോലെ ചിക്കനും ഇട്ടിട്ടാക്കാം. ചിക്കൻ നല്ല കബാബിന് ഫ്രൈ ആക്കിയ പോലെ ഫ്രൈ ആക്കിയിട്ട് അതിന് മിക്സിയിൽ ക്രഷ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. ഇപ്പം മുട്ട ചിക്കി എടുത്തിട്ടായി. ഇനി അതേ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ മല്ലിച്ചപ്പ് ഇതെല്ലാം ചെറുതായിട്ട് കട്ടാക്കിയത് അതെല്ലാം ഒന്നിച്ചിട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നല്ലോണം വേവണമെന്നില്ല. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അത് കുറച്ചിങ്ങനെ സ്നാഷ് ആവുന്ന അത്ര മതി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നല്ലോണം മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോയ സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഞങ്ങളുടെ കുട്ടികൾക്ക് ടൊമാറ്റോ സോസ് എല്ലാം ഇട്ടിട്ട് ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് എന്താക്കിയാലും എനിക്ക് ടൊമാറ്റോ സോസ് വേണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നല്ലോണം മിക്സ് ആക്കാം. ഇപ്പോൾ പാങ്ങനെ മിക്സ് ആയിന്. ഇനി ഫ്ലെയിം സ്ലിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിന്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നേരത്തെ ചിക്കി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയാവും പിന്നെ ബോയിലാക്കിയ ചിക്കന് കുറച്ച് ഉപ്പും ഇട്ടിട്ട് ബോയിലാക്കിയിട്ട് അതിനെ ഇങ്ങനെ പൊടിയാക്കിയിട്ട് ഇടുക. ഇല്ലെങ്കിൽ ചിക്കൻ കബാബ് പോലെ ആക്കിയിട്ട് അതിനെ മിക്സിയിൽ ഇങ്ങനെ ക്രഷ് ആക്കിയിട്ട് ഇടുക. എങ്ങനെ ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കി. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.